നിർമ്മിച്ച കുറച്ച് മലയാളത്തിലുള്ള സോങ്ങുകൾ നിങ്ങൾക്ക് ആദ്യം കേൾപ്പിച്ചു തരാം. എന്നിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം മലയാളത്തിൽ കേരളത്തിലെ കുറിച്ചിട്ടുള്ള ഒരു റാപ്പ് സോങ് നിർമ്മിച്ചു തരാൻ പറഞ്ഞതാണ്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഞാനൊരു കേരളൻ, സ്നേഹം നിറയും മനുഷ്യർജാതി മാറ്റമില്ലാത്ത ബന്ധങ്ങൾ, ഓണം വിഷു പേരുന്നാൽ ഒരു മയോടെ ആഘോഷിക്കും നാട്. ഇനി അടുത്തൊരു സോങ്. ഇനി അടുത്തത് കേരളത്തിൽ നിന്ന് ആളുകൾ നാട് വിട്ടു പോകുന്നതിനെ കുറിച്ച് ഒരു റാപ്പ് സോങ് ഉണ്ടാക്കി തരാൻ പറഞ്ഞത്. അതൊന്ന് കേട്ടോക്കാം. അടുത്ത ഇനി ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള വേർപാടിനെ കുറിച്ച് പറയുന്ന ഒരു സോങ് കേട്ടോക്കാം. അടുത്തതൊരു ചെറിയൊരു റാപ്പ് സോങ്. ഡാബ്സിന്റെ സ്റ്റൈലിൽ ഒന്ന് പാടാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഈ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച മുഴുവൻ സോങ്ങുകളും ഞാൻ നിർമ്മിച്ചത് AI-ന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള മലയാളം സോങ്ങുകൾ AI-ന്റെ സഹായത്തോടെ പ്രോംപ്റ്റുകൾ കൊടുത്ത് നിർമ്മിക്കാൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസ് കേസുകൾ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പരിചയപ്പെടുന്ന ടൂള് എന്ന് പറയുന്നത് ജെമിനായി ആണ്, ഗൂഗിളിൻ്റെ ജെമിനായി ആണ്. ജെമിനായി നിങ്ങൾക്ക് ഫോണിലും ഉപയോഗിക്കാൻ സാധിക്കും, വെബ്സൈറ്റിലും ലാപ്ടോപ്പിലും എല്ലായിടത്തും സാധിക്കും. അപ്പോൾ ഇവിടെ പുതിയൊരു ഫംഗ്ഷൻ റീസെൻ്റ് ആയിട്ട് ഇന്നലെയാണ് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതാണ് ടൂൾസിൽ പോയി കഴിഞ്ഞാൽ ക്രിയേറ്റ് മ്യൂസിക്. ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ മ്യൂസിക് നിർമ്മിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരുപാട് ഡിഫോൾട്ട് ആയിട്ടുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് റാപ്പ് ടൈപ്പുള്ള ഒരു മലയാളത്തിലുള്ള സോങ് ആണ് നിർമ്മിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ റാപ്പിൽ ക്ലിക്ക് ചെയ്യാം. ഇതിന് ശേഷം നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് ആ ഒരു പാട്ട് വേണ്ടത്, ആ ഒരു സോങ് വേണ്ടത് എന്നുള്ളത് പറയാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ ഞാൻ ഓൾറെഡി ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. കേരളത്തെക്കുറിച്ചും കേരളത്തിൻ്റെ കൾച്ചറിനെ കുറിച്ചിട്ട് ഒരു റാപ്പ് സോങ് ആണ് നമ്മൾ ആദ്യം നിർമ്മിച്ചു തരാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പ്രോംപ്റ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ആ ഒരു സോങ്ങിൽ വരേണ്ട എല്ലാ കാര്യങ്ങളും മാക്സിമം പ്രോംപ്റ്റിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ റാൻഡം ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റാണ് കൊടുത്തത്. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഏതെങ്കിലും സിമിലർ ആയിട്ടുള്ള സിംഗേഴ്സിൻ്റെ അതേ സ്റ്റൈല്, പാറ്റേൺ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് എക്സ്ട്രാ പ്രോംപ്റ്റിൽ ഇവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കി നോക്കാം ആദ്യം. അപ്പോൾ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ചിട്ട് ജെമിനായി നമുക്കൊരു സോങ് നിർമ്മിച്ച് തന്നിട്ടുണ്ട് മലയാളത്തിലുള്ളത്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. Word up, check the mic 1 2. This that raw boom bap coming through for you. Land of spices, ill culture, yeah the vibe is grand. Most literate state energy, that harmony flow. ഇത് മലയാളത്തിലല്ലേ? We got that synergy, that harmony flow. Church, temple, mosque, watch the brotherhood grow. Peace. ഇത് മലയാളത്തിലല്ല നിർമ്മിച്ചു തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അഡീഷണൽ ഒരു പ്രോംപ്റ്റ് കൊടുത്തു, മേക്ക് ഇറ്റ് ഇൻ മലയാളം. മലയാളത്തിലാണ്, നോട്ട് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലല്ല, മലയാളത്തിലാണ് വേണ്ടെന്നുള്ളൊരു പ്രോംപ്റ്റ് അഡീഷണൽ ആയിട്ട് കൊടുത്തു. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ചില സമയത്ത് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തത് നമ്മളുടെ പ്രോംപ്റ്റിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും, അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ ഒരു പ്രോംപ്റ്റ് കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മലയാളത്തിലാണ് ആ സോങ് വേണ്ടത്, ആ റാപ്പ് സോങ് വേണ്ടത് എന്നുള്ള പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിസൾട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ അഡീഷണൽ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കറക്റ്റ് അക്യുറേറ്റ് ആയിട്ട് മലയാളത്തിലുള്ള ഒരു റാപ്പ് സോങ് കേരളത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം. പള്ളിയും അമ്പലവും പള്ളിക്കൂടം എല്ലാം ഒന്നിച്ച് വിദ്യയ്ക്ക് മുന്നിൽ, ലോകം നമ്മൾ എന്നും മുന്നിൽ. ഇതാണ് നമ്മുടെ ഐക്യം, നമ്മുടെ സൗഹൃദം. കേരളം സ്നേഹത്തിൻ വീട് എന്നും സമാധാനം. അതായത് ഇമേജ് പോലും നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് പോലും അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നിട്ടുണ്ട്. ഈ ഒരു പാട്ട് ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും അഡീഷണൽ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പ്രോംപ്റ്റിൽ കൊടുക്കാം. അതായത് എൻ്റെ മ്യൂസിക്കിൻ്റെ സ്റ്റൈല് മാറ്റണം, അല്ലെങ്കിൽ ഇതാണല്ല പാടേണ്ടത്, പെണ്ണാണ് പാടേണ്ടത്, അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നെക്സ്റ്റ് അഡീഷണൽ പ്രോംപ്റ്റ് കൊടുത്തതിൽ മാറ്റം വരുത്താൻ പറ്റും. ഇനി ഈ ഒരു സോങ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ തന്നെ ഇവിടെ 2 തരത്തിൽ, അതായത് വിത്ത് ഈ വീഡിയോ വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, ഓഡിയോ ഓൺലി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, പിന്നെ ഷെയർ ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് നമുക്കിതിൻ്റെ ടെക്സ്റ്റ് ലിറിക്സും ഇവിടെ നമുക്ക് കിട്ടും എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. നിങ്ങൾക്ക് ലിറിക്സ് താഴെ കാണാൻ സാധിക്കുന്നുണ്ടാവും. നമുക്കൊന്ന് പ്ലേ ചെയ്തെടുക്കാം. അതായത് നമുക്ക് അതിൻ്റെ ലിറിക്സ് കൂടി താഴെ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് പല ടൈപ്പിൽ ക്രിയേറ്റീവായിട്ട് ഒരുപാട് സോങ്സുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ കാണിച്ചത് ആദ്യം ഒരു കേരളത്തെക്കുറിച്ചിട്ടുള്ള, കേരളത്തിൽ നിന്ന് ആളുകൾ
കേരളം വിട്ടുപോകുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സോങ് ഞാൻ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കേരളത്തെക്കുറിച്ച് മറ്റൊരു റാപ്പ് സോങ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു സോങ് പ്രണയത്തെക്കുറിച്ച്, അതായത് നിരാശ കാമുകൻ്റെ ഒരു ഫീലിങ്ങിനെ കുറിച്ചിട്ട് സോങ് എഴുതാൻ പറഞ്ഞു. അപ്പോൾ എല്ലാ കോണ്ടെക്സ്റ്റിലും വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള സോങ്സുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡാണ് നമുക്കിതിൻ്റെ ലെങ്ത്ത് ഓഡിയോ കിട്ടുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ പ്രോംപ്റ്റിങ് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു 3 മിനിറ്റിൻ്റെ 4 മിനിറ്റിൻ്റെ സോങ് ഇവിടെ നിർമ്മിക്കാൻ സാധിക്കും. അതായത് നമ്മൾ ഓരോ പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴും ഈ ഒരു പാട്ടിൻ്റെ ബാക്കിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രൈ ചെയ്തൊക്കെ എത്രത്തോളം റിസൾട്ട് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു വിധേനയും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോങ് മ്യൂസിക്സ് അല്ലെങ്കിൽ ലോങ് സോങ്സ് നമുക്ക് ഈസി ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു യൂസ് കേസാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ന്യൂ ചാറ്റ് ഓപ്പൺ ചെയ്തു. ശേഷം ഞാനിവിടെ മ്യൂസിക് സെലക്ട് ചെയ്തു. ഞാൻ ഓൾറെഡി ഒരു പ്രോംപ്റ്റ് ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പല സമയത്തും നമ്മൾക്ക് പല ഇൻട്രോ മ്യൂസിക്സുകൾ ആവശ്യമുണ്ടാകും. അപ്പം നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് പലപ്പോഴും കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. ഇനി മുതൽ നമുക്ക് ഇതൊന്നും പ്രശ്നമാവില്ല. കാരണം ഇതെന്താ വെച്ചാൽ വി ആർ ക്രിയേറ്റിംഗ് എ ന്യൂ സോങ്. അപ്പം ഞാനിവിടെ അതിൻ്റെ ലോഗോ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ മ്യൂസിക് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നെ. അപ്പോൾ അത് നിർമ്മിച്ച് തരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം. നമ്മൾ കൊടുത്ത ആ പ്രോംപ്റ്റിന് നമുക്ക് ഇവിടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ഇൻട്രോ മ്യൂസിക് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് വി ഗോട്ട് ദ റിസൾട്ട്. ഈ ഒരു മ്യൂസിക്, അതായത് ഈ ഒരു ഇൻട്രോ മ്യൂസിക് നമ്മൾ തന്നെ അതിനെ വെച്ചിട്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ നമുക്കിനി കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് പ്രോംപ്റ്റ് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു എടുത്ത് പറയേണ്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഏത് ഭാഷയിലും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് തന്നെ മലയാളത്തിൽ പോലും ലഭ്യമാവുക എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ മറ്റൊരു യൂസ് കേസ് പറഞ്ഞാൽ ഞാനിവിടെ പുതിയൊരു ജെമിനി ഓപ്പൺ ചെയ്തു. അതായത് പലപ്പോഴും നമ്മുടെ മൂഡ്, നമ്മുടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജിൻ്റെ മൂഡിലുള്ള സോങ്സുകൾ നമുക്ക് നിർമ്മിച്ച് തരാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ഫയൽ ഞാൻ എന്ത് ചെയ്തു, അപ്ലോഡ് ചെയ്തു. ഒരു ബോയ് ഒറ്റക്ക് നിൽക്കുന്ന ഒരു പിക്ചറാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ശേഷം ഞാൻ ടൂൾസിൽ പോയിട്ട് ക്രിയേറ്റ് മ്യൂസിക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തു. ഇനി നമുക്ക് റാപ്പാണോ ഏതാണോ മൂഡ് അതൊന്നും നമ്മൾ ചൂസ് ചെയ്യുന്നില്ല. ഗീവ് മീ എ സോങ് റിലേറ്റഡ് ടു ദിസ് പിക്ചർ ഇൻ മലയാളത്തിൽ ഈ ഒരു പിക്ചർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സോങ് ആണ് നിർമ്മിച്ചു തരാൻ പറഞ്ഞ് നമുക്ക് റിസൾട്ട് നോക്കി വെക്കാം. അപ്പം നമ്മൾ കൊടുത്ത ആ പ്രോംപ്റ്റിനും ഇമേജിനും അനുസരിച്ചുള്ള ഒരു സോങ് ഈ ഒരു AI നമുക്ക് നിർമ്മിച്ച് തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഒരു യൂട്യൂബിലൊരു സബ്സ്ക്രിപ്ഷൻ മോഡലിലൊരു കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കമ്മ്യൂണിറ്റിയിൽ അംഗമാകുന്ന ആളുകൾക്ക് നമ്മുടെ പല വീഡിയോസിനും ആക്സസ് ഉണ്ട്. പിന്നെ അവർക്ക് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഓൺലി വീഡിയോസും ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ചേരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കേട്ട് നോക്കാം. അതായത് ആ ഒരു മൂഡിന്, ഒരു സാഡ് മൂഡിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സോങ് നമുക്ക് നിർമ്മിച്ച് തന്നിട്ടുണ്ട്. അടുത്തൊരു യൂസ് കേസിലേക്ക് നമുക്ക് പോകാം. അടുത്തത് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നത് നമ്മൾ എഴുതിയൊരു ലിറിക്സിന് റിലേറ്റഡ് ആയിട്ടുള്ള സോങ്ങുകൾ നിർമ്മിച്ച് തന്നാൽ എങ്ങനെ ഉണ്ടാകും. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ ജെമിനോട് തന്നെ ഒരു സോങ് ഇവിടെ എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഞാനിവിടെ ന്യൂ ചാറ്റ് എടുത്തു. ശേഷം ഒരു 8 ലൈനെങ്കിലും വേണം. അപ്പോൾ 8 ലൈന് ഞാനിവിടെ രണ്ട് ഡിഫറെൻറ്റ് സാധനങ്ങളിൽ നിന്നാണ് 8 ലൈന് ഞാനിവിടെ കോപ്പി ചെയ്തു. ശേഷം ടൂൾസിൽ പോയി ക്രിയേറ്റ് മ്യൂസിക് കൊടുത്തു. ഇനി മേക്ക് ദിസ് എ സോങ്, ഒരു സോങ് ആയിട്ട് നിർമ്മിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ പ്രോംപ്റ്റാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഫാസ്റ്റിലും നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ, പെയ്ഡ് വേർഷൻസ് മാത്രമാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൂടി നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ മ്യൂസിക് തിരഞ്ഞെടുത്ത് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ആ ലൈൻസ്, അതായത് നമ്മളിവിടെ കസ്റ്റം ലൈൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കുരുരുളിൽ ഞാൻ തനിച്ചായ, ഈ കൂരിരുളിൽ ഞാൻ തനിച്ച ഈ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈൻ വെച്ചിട്ട് സോങ് നിർമ്മിച്ച് തരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് സർപ്രൈസിംഗ്ലി വി ഗോട്ട് ദ റിസൾട്ട്. ലെറ്റ്സ് സീ ദ റിസൾട്ട്. അതേ ലൈൻസാണ് വന്നത്. അപ്പോൾ ഇതേപോലെ പല വിധത്തിലും നമുക്ക് ഈ ഒരു AI ടൂളിൻ്റെ ഫംഗ്ഷൻ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഒരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ പരീക്ഷണാർത്ഥം ചെയ്തു നോക്കിയിരുന്നു. അതായത് ഓൾറെഡി നിലവിലുള്ള സോങ്ങുകളുടെ ടെക്സ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്തിട്ട് അത് റാപ്പ് മോഡിലേക്കും മറ്റു മോഡിലേക്കും മാറ്റിത്തരാൻ വേണ്ടിയിട്ട് പ്രോംപ്റ്റ് കൊടുത്തിരുന്നു. പക്ഷേ അപ്പോൾ എനിക്ക് 2 തവണ കൊടുത്തപ്പോൾ എനിക്ക് ഇത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് നിർമ്മിച്ച് തരാൻ പറ്റുന്നില്ല എന്ന് കാണിച്ചു തന്നു. ചിലപ്പോൾ പഴയ സോങ്ങുകൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇതിൻ്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പല യൂസ് കേസുകളുണ്ടാവും. അത് നിങ്ങൾക്ക് അറിയെങ്കിൽ അത് താഴെ കമൻറ്റിൽ പറയാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.